ആ സന്തോഷം. പണിക്ക്. ആര്? നീയോ? ഈ തിങ്കളാഴ്ച ദിവസം സത്യമായിട്ട് പണിക്ക് പോകടാ. എൻ്റെ പൊന്നിയോ, നീ വല്ല കാര്യം ഉണ്ടോ? എടാ പണിക്ക് പോവാടാ. എവിടെയാ പണി? പാറപ്പള്ളി. നീടാ ധ്യാനത്തിന് പോകണോ? എടാ അത് പാറേപ്പള്ളി ആഘോഷം 2. ഇത് പാറപ്പള്ളി മുരിക്കുമ്പോഴപ്പറയാ. എവിടെ ആരോടെ പണി? എടാ നമ്മുടെ പഴയ പെയിന്റിംഗ് കാരനല്ലേ വക്കച്ചൻ, അയാളുടെ വീടിനെടുത്താ. ഇപ്പം മറ്റേ മേസ്തിരി പണിക്ക് പോകുന്നോ ചേട്ടാ? ആ അതെ. പുള്ളീനെ ഞാൻ സ്ഥിരം ലാഭം വെച്ച് കാണുന്ന. ആ അത് കൊള്ളാം. എടാ ഇന്ന് പോകണം. പോടാ, എനിക്ക് പണിക്ക് പോകണം. ഓ പിന്നെ ഒന്ന് പറഞ്ഞാൽ എല്ലാവരും പണിക്ക് പോയിട്ടില്ല കാര്യങ്ങൾ നടക്കുന്നത്. എടാ ഞാൻ ഇന്ന് വരെ എന്നെയും പണിക്ക് പോയി കണ്ടിട്ടില്ല എന്ന് കരുതിയിട്ട് എൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമില്ലാട്ടോ നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇതാ പറയുന്നത്, ഈ പണിയിലൊന്നും ഒരു കാര്യമില്ല. നീ ഇങ്ങോട്ട് കയറിയോ? പോടാ, എനിക്ക് പണിക്ക് പോകണം. തവാനിപ്പം ഇങ്ങോട്ട് വരുന്നു. ആ പിന്നെ തേവാൻ അവന് വേറെ തൊല്ലൊന്നുമില്ല എനിക്ക്. നീ ഒരു ദിവസം പണിക്ക് പോയാൽ നിനക്ക് അതോടെ കൂലി കിട്ടും. 900 രൂപ. ആ 900 രൂപ. 1000 ഉള്ളതാ. 900 നമ്മുടെ കൈ കിട്ടത്തുള്ളൂ. 100 രൂപ അയാൾ കമ്മീഷൻ പിടിക്കും. പിന്നെ എന്നും പണിയുണ്ട്, അതാ മെച്ചം. ഇതായി കുഴപ്പം. ഈ 900-നകത്ത് വേണ്ട നിന്റെ മുഴുവൻ ചിലവും പോവാൻ. ഒരു ദിവസം വണ്ടിക്കൂലി എത്ര? 100 രൂപ. 100 രൂപ. ഭക്ഷണം വല്ലതും കഴിക്കണ്ടേ? എടാ അതിനല്ലേ ചോറ് കൊണ്ടുപോകും. ചോറല്ലേ കൊണ്ടുപോകുന്നുള്ളൂ. രാവിലത്തെ വൈകുന്നേരത്തെ ചായ കുടിയോ? അതിനൊരു 150 രൂപ. വട്ടച്ചെലവോ 100 രൂപയല്ലേ? അതാവും. വൈകിട്ട് അണ്ണാച്ചിക്ക് തുറ കൊടുക്കണം. 300. 650 രൂപ ഇപ്പം തന്നെ. എടാ പിള്ളേർക്ക് വൈകുന്നേരം എല്ലാം മേടിച്ചോണ്ട് പോകണ്ടേ? എങ്ങനെ പോയാലും 10-200 രൂപ ആവുമല്ലോ. 850 രൂപ ഇപ്പം തന്നെ ആയില്ല. എങ്ങനെ കളിച്ചാലും വൈകുന്നേരം ബാലൻസ് ഒരു 50 രൂപ നിന്റെ പോക്കറ്റിൽ കാണും. ശരിയല്ലേ? ശരി. നിനക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ 50 രൂപ വേണ്ടി കിടന്ന് പണിയാൻ. അപ്പം ഞാൻ പണിക്ക് പോയിട്ട് ഒരു കാര്യമില്ലല്ലേ? ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരു 50 രൂപ പോക്കറ്റിൽ കിടപ്പില്ലേ? നീ അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് കയറി. നമുക്ക് രാവിലെ ഒരു ഒറ്റ ഷെയർ അങ്ങ് നോക്കാം.